എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ വഴുതന ചെടിയുടെ അരികിലാണ്. അപ്പൊ വഴുതനങ്ങ കുറെ വിളവെടുക്കാനായിട്ടുണ്ട്. ഹരിത വഴുതനയാണ് നമ്മ നട്ടേക്കണത്. ഒട്ടും തന്നെ പരിചരണം കൊടുത്തിട്ടില്ല വഴുതന ചെടിക്ക്. നമ്മ നട്ടിട്ട് പിന്നെ ഇപ്പൊ പറിക്കാനാ വന്നത് കേട്ടോ. അപ്പൊ അത്ര പോലും പരിചരണം കൊടുത്തിട്ടില്ല. അടിവളമായിട്ട് നമ്മ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ ജൈവവളങ്ങളൊക്കെ വാരിയിട്ടിട്ടാണ് നമ്മ നട്ടു കൊടുത്തത്. അത് സോസിന്റെ പാനിലും ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ട്. കണ്ട വഴുതനങ്ങ നമുക്ക് അത്യാവശ്യം 2 തൈയൊക്കെ വെച്ച് നമ്മ വഴുതനത്തെ നട്ടു കൊടുത്തതാണ്. അപ്പൊ വഴുതനങ്ങ വിളവെടുക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ വഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒട്ടും തന്നെ പരിചരണം വേണ്ടാത്ത വിലയുള്ള നമ്മ നട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 5 വർഷമൊക്കെ വരെ വഴുതന നിൽക്കും നന്നായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഈ വഴുതനയൊക്കെ ഒന്ന് വിളവെടുക്കാണ്ട. അപ്പൊ നല്ല അത്യാവശ്യം വലിപ്പമുള്ള വഴുതന ഇത്. ടേസ്റ്റ് ഉള്ളതും കടകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടണ ഈ വഴുതന ഈ ഹരിതയാണ് കൂടുതലും നമുക്ക് കടകളിലൊക്കെ ഉള്ള വഴുതന. അപ്പൊ ഇളം പച്ച കളറാണ് ഈ വഴുതനക്ക്. അപ്പൊ നമുക്ക് ഇത് നമ്മ ആവശ്യത്തിനൊക്കെ നമുക്ക് എല്ലാ ദിവസവും വിളവെടുക്കുന്നതാണ്. കണ്ടാ ഇതേപോലെ വഴുതന വിളവെടുത്ത് വഴുതനമേലൊക്കെ നമ്മ വഴുതനങ്ങ ഉണ്ടായി കഴിഞ്ഞാല് അപ്പൊ തന്നെ വിളവെടുത്തോളണോട്ട്. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് പിന്നെ വിളവ് കുറയും. കണ്ട ഒരു കൊലയിലൊക്കെ 5 വഴുതനങ്ങയൊക്കെ ഇടണ്ട. കണ്ട ഇതേപോലെ 5 വഴുതനങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ കൊലയിലൊക്കെ അധികം ഉണ്ടാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് മഴക്കാലത്ത് ഇഷ്ടം പോലെ വഴുതനയുടെ ഒരു ടൈമാണ്. മഴയത്തൊക്കെ ഇഷ്ടം പോലെ വഴുതനങ്ങ ഉണ്ടാവും. വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും വഴുതനക്ക് ബാധിക്കാറില്ല കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് കണ്ട നമുക്ക് ഈ വഴുതനങ്ങകള് എല്ലാ ചെടിയും എന്നുള്ള വഴുതനയുടെ ഈ ഭാരം കുറച്ചെങ്കിലാണ് ഇനി രണ്ടാമത് പൂവിട്ട് കായൊക്കെ ഉണ്ടാകുള്ളൂ. നമ്മ അപ്പപ്പ വിളവെടുത്തോളണം. പിന്നെ അധികം മൂക്കണേക്ക് മുമ്പ് വിളവെടുക്കലാണ് നല്ലത്. ഇത് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുത്തേക്കണ വഴുതനകളാണ്, ചട്ടികളിലൊക്കെ. ഇത് കടി ചെടിയുടെ വെയിറ്റ് മൂലം പിന്നലത്തെ മഴയത്തൊക്കെ ഇങ്ങനെ വീണ് കിടക്കണേന്. നമുക്ക് വഴുതന കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലൊക്കെ കൊറേയൊക്കെ കണ്ട മൂപ്പ് കൂടിപ്പോയ വഴുതനകൾ ഉണ്ടാകും. നമുക്ക് വിത്തിനൊക്കെ ആയിട്ട് അവിടെ മാറ്റിയിടാം. അത് നമ്മ അവിടെ കിടന്ന് മൂത്തഴിയുമ്പോ നമുക്ക് വിത്താക്കി എടുക്കാലോ. മൂക്കാത്ത നല്ല വഴുതന മാത്രമാണ് നമ്മളിപ്പോ വിളവെടുക്കണത്. ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ വഴുതനയുടെ. നമുക്ക് വഴുതനയൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ മഴയത്തൊക്കെ ഇതിന്റെ കമ്പും മുറിച്ചൊക്കെ നട്ടാലും നമുക്ക് അത് വേര് പിടിച്ച് കിട്ടും. അതേപോലെ നമുക്ക് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിത്തെടുത്ത് നട്ടാ മതി വഴുതനയൊക്കെ. വേറെ പ്രത്യേകിച്ച് വിത്തൊന്നും നമ്മ പൈസ കൊടുത്ത് മേടിക്കൊന്നും വേണ്ട വഴുതന ചെടിയിൽ. അപ്പൊ നമ്മ ചട്ടികളിൽ നട്ട വഴുതനകളാണ് ഇതൊക്കെ. കണ്ട ഇത് നമ്മ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഇങ്ങനെ നട്ടുകൊടുത്തിരുന്നതാണ് ഈ വഴുതന ചെടിയൊക്കെ. വഴുതന ചെടിയൊക്കെ നമുക്ക് ഒരു 2 ചെടി നട്ടാൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വഴുതനങ്ങൾ ഇട്ടോട്ടാ. നമ്മുടെ കണ്ട ഫ്രൂട്ട് പ്ലാന്റിന്റെ ചെടിയുടെ ഇടയിലും വെച്ചിട്ടുണ്ടായി വഴുതന ചെടി. പിന്നെ നമ്മളിത് ഇല്ലിക്കൊമ്പ വഴുതന ഇട്ടതൊക്കെ. ഇല്ലിക്കൊമ്പ വഴുതനയാണ് ഈ കാണുന്ന വഴുതനയൊക്കെ. കണ്ട ഇല്ലിക്കൊമ്പ എന്ന് പറഞ്ഞാൽ നല്ല നീളത്തില് വളരണ വഴുതനയാണ്. അതേപോലെ തന്നെ വേങ്ങേരി വഴുതന ഉണ്ട്. കണ്ട ഇതൊക്കെ വേങ്ങേരി വഴുതനയാണ്. വേങ്ങേരി വഴുതനയെന്ന് പറഞ്ഞാല് നമ്മുടെ നാടൻ വെറൈറ്റി വഴുതനയാണ്. അത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനയൊക്കെ തന്നെയാണ് ഇത്. പല വെറൈറ്റി വഴുതനകൾ ഇവിടെ നട്ടിട്ടുണ്ട്.
വേണ്ട പല വെറൈറ്റി ഇല്ലിക്കൊമ്പനൊക്കെ ഇതേപോലെയാണ് കായ്ക്കണത് വേണ്ട. അതേപോലെ വേങ്ങേരി വഴുതനയാണ് കാണുന്നത് വേണ്ട. അപ്പൊ വേങ്ങേരി വഴുതന ഇപ്പൊ നമ്മ വിളവെടുക്കണില്ല, ഒരുപാട് പേരാണ് ഇതിന്റെ സീഡ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മ വിത്തിനായിട്ട് നിർത്തിയേക്കണ, നമ്മ വിളവെടുക്കണില്ല. അപ്പൊ നമ്മുടെ വഴുതന ചെടി കണ്ട, വഴുതനക്ക് വലുതായിട്ട് നമുക്ക് രോഗങ്ങളും ഒന്നും ഈ പ്രാവശ്യം വന്നില്ല. നട്ടിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മ പറിക്കാൻ തന്നെയാണ് ഈ വഴുതന അരികിലോട്ട് വന്നിട്ടുള്ളത്. കണ്ണിതിലൊക്കെ വിളവെടുക്കാനായിട്ട് നിൽക്കുന്ന വഴുതനകളാണ്. ഡ്രമ്മിൽ നമ്മ വഴുതന ചെടി നട്ടിട്ടുണ്ടായി. നമ്മ ജബോട്ടിക്കാബ നട്ടേക്കണതിന്റെ തടത്തിലായി ഇത് നട്ടുകൊടുത്തത് വേണ്ട. ഡ്രമ്മിൽ വെക്കുമ്പോ എന്നൊക്കെ പറഞ്ഞാൽ വലിയതായിട്ട് വളരും, നിറച്ച് ശാഖകളൊക്കെ ആയിട്ട്. ഇതിന് നമ്മ കൊറേയൊക്കെ വിളവെടുത്തതും കൂടിയാണ് വേണ്ട. അപ്പൊ വഴുതനയൊക്കെ നമ്മ വീട്ടിൽ വെച്ചുപിടിപ്പിച്ചാല് നമുക്ക് ഒരു പരിചരണമൊന്നും, പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട വഴുതന ചെടിക്ക്. നമ്മുടെ ഇല്ലിക്കൊമ്പൻ വഴുതനകളാണ് കാണാണ്ട. ഇല്ലിക്കൊമ്പന്റെ ഒക്കെ ഒരുപാട് പേര് സീഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇനി നമ്മ അതങ്ങനെ വിളവെടുക്കാൻ നിർത്തിയേക്കണേണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനയായിട്ട് ഇല്ലിക്കൊമ്പൻ. നല്ല കണ്ട നീളത്തിൽ വളരുന്നതാണ്. നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ വഴുതന തന്നെയാണ് ഇല്ലിക്കൊമ്പൻ. അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു. ഇനിയും ഒരുപാട് വിളവെടുക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ ആവശ്യത്തിന് മാത്രമേ നമ്മ വിളവെടുത്തേക്കണത്. അപ്പൊ വഴുതനയൊക്കെ നട്ടതിനാല് നമുക്ക് ഇതേപോലെ വിളവെടുക്കാം. നമ്മുടെ വീട്ടിൽ നമ്മ സാമ്പാറിലിടാനും മെഴുക്കുവരട്ടി ഉണ്ടാക്കാനൊക്കെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കാനുള്ള വഴുതന. പിന്നെ നമുക്ക് മീൻ വറുക്കണ പോലെ നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഉണക്കി കൊണ്ടാട്ടം പോലെ ഉപയോഗിക്കാം കേട്ടോ. വഴുതനയൊക്കെ നമുക്ക് അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഉണക്കി വെച്ച് കഴിഞ്ഞാല് നമുക്കത് കൊണ്ടാട്ടമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് വഴുതന ചെടിക്ക് വലിയ പരിചരണം വേണ്ടെന്ന് പറഞ്ഞല്ല, വേണ്ട. ഇതേപോലെ നല്ല എളുപ്പം വഴുതനകളാണ് വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനയാണ് ഈ ഹരിത വഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് കൃഷിഭവൻ വഴിയൊക്കെ നമുക്ക് ഈ വഴുതനയുടെ തൈയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടണത്. പിന്നെ അതേപോലെ കടകളിലും ഈ വഴുതന തന്നെയാണ് വിൽക്കാൻ വച്ചേക്കണതിലധികം. എന്നിട്ട് ഇതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ള വഴുതനയാണ്. അപ്പം പിന്നെ വലിയ പരിചരണവും വേണ്ടട്ടോ നമുക്ക് ഈ വഴുതനക്കൊന്നും. വഴുതന ചെടി നട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാള് നമുക്ക് വിളവെടുത്തോണ്ടിരിക്കാം. വീട്ടിൽ അടുക്കള വേസ്റ്റോ വല്ല മീൻ കഴുകണ വെള്ളമോ കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളങ്ങളൊന്നും വഴുതനക്ക് വേണ്ട. നമ്മ മണ്ണിൽ വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മ മണ്ണിൽ നട്ടുകൊടുത്താൽ നല്ല വലുതായിട്ട് വളരും. നമുക്ക് വെള്ളക്കെട്ടുള്ളവരൊക്കെ ഈ ചട്ടികളിലും ഗ്രോ ബാഗുകളിലൊക്കെ തന്നെ നടലാ നല്ലത്. ഒരു 3 മൂട് വഴുതന ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വഴുതനങ്ങ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും വഴുതനയൊക്കെ കൃഷി ചെയ്യണം. ഒരു പ്രാവശ്യം നമ്മ വഴുതന കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിത്തെടുത്ത് വെച്ച് നമുക്ക് അടുത്ത പ്രാവശ്യവും വഴുതന കൃഷി ചെയ്യാം. വഴുതന പ്രത്യേകിച്ച് വിത്തൊന്നും മേടിച്ചിക്കേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാവരും വഴുതനയൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.